മനോജ് കുമാറിന്റെ വാട്സാപ്പ് സ്റ്റാറ്റസിൽ പറയുന്നു, ഇന്ത്യയുടെ രാഷ്ട്രപതി ശബരിമലയിലെ ആചാരം ലംഘിച്ചിരിക്കുന്നു. രാഷ്ട്രപതി നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി മല ചവിട്ടി. യൂണിഫോം അണിഞ്ഞ ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്ന് ചുറ്റിനും നിന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ആചാരം ലംഘിച്ചിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും BJP-ക്കാരും നാമജപ ഘോഷയാത്ര നടത്തി പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് ഭക്തിയല്ല വിഷയം, നേരെ മറിച്ച് രാഷ്ട്രീയമാണ്. ഒരു DYSPയുടെ സ്റ്റാറ്റസാണ്. വിവാദമായപ്പോൾ അത് ഡിലീറ്റ് ചെയ്തു എന്ന് DYSP പറയുന്നു. അറിയാതെ കൈമുട്ടി സ്റ്റാറ്റസായി എന്നാണ്. എന്തൊരു എളുപ്പമാണ് പോലീസ് അത് പറയാൻ. ആർക്ക് വേണമെങ്കിലും പറയാമല്ലോ, അറിയാതെ പോസ്റ്റ് ചെയ്തതാണ്, തിരിച്ചറിഞ്ഞപ്പോൾ മാറ്റിയെന്ന്. ഇങ്ങനെ പോലീസുകാർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? CPM-ന്റെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ എന്ത് വൃത്തികേട് കാട്ടിയാലും രാഷ്ട്രീയ അധികാരികൾ സംരക്ഷിക്കും. രാജ്യത്തെ പ്രഥമ പൗരനാണ് രാഷ്ട്രപതി. ഏറ്റവും കൂടുതൽ സുരക്ഷ കൊടുക്കേണ്ട ആളാണ്. രാഷ്ട്രപതിയെ ശബരിമല നടയിലേക്ക് തന്നെ കയറ്റിവിടാൻ സാധ്യമല്ല. രാഷ്ട്രപതിയെ ആചാരലംഘനം നടത്താതെ തന്നെ അവിടെ എത്തിക്കാനുള്ള ഉത്തരവാദിത്തമാണ് സേനയ്ക്കുള്ളത്. അവരതാണ് ചെയ്തത്. എല്ലാ ഉദ്യോഗസ്ഥരും തലയിൽ ഇരുമുടിക്കെട്ടുമായി കയറിയത് അതുകൊണ്ടാണ്. ശബരിമലയിൽ അങ്ങനെ നിർബന്ധമായ ആചാരങ്ങളൊന്നുമില്ല. ഉടുപ്പഴിച്ചിടണമെന്ന ആചാരം മുതൽ. അങ്ങനെയെങ്കിൽ വാസവനെ പോലുള്ളവർ സ്ഥിരം ആചാരം ലംഘിക്കുകയല്ലേ? അങ്ങനെയൊന്നുമില്ല. ശബരിമല അറിയാത്തതുകൊണ്ടാണ് ഇത് പറയുന്നത്. നൈഷ്ഠിക ബ്രഹ്മചാരിയായ ശബരിമലയിലേക്ക് യുവതികൾ പ്രവേശിക്കരുത് എന്ന് പറയുന്നത് ആചാരമാണെന്നതിനർത്ഥം സ്ത്രീകളെ കയറരുതെന്നല്ല. അത്തരം ഒരു ആചാരവും അവിടെ ലംഘിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടും കമ്മികൾ പറയുന്ന ഇത്തരം തത്വശാസ്ത്രം വിളിച്ചു പറയാൻ, അത് സ്റ്റാറ്റസ് ആക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ധൈര്യമുണ്ടാവണമെങ്കിൽ ഏതറ്റം വരെ പോയിരിക്കും നമ്മുടെ പോലീസ് സേനയുടെ അവസ്ഥ എന്നോർക്കണം. അത്രയ്ക്കും അധപ്പതിച്ചിരിക്കും നമ്മുടെ പോലീസ്. അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ അറിയില്ല. കാരണം രാഷ്ട്രപതി ഒരു രാഷ്ട്രീയക്കാരിയല്ല, രാഷ്ട്രത്തിന്റെ പ്രതിനിധിയാണ്, രാഷ്ട്രത്തിന്റെ തനി സ്വരൂപമാണ്. ആ രാഷ്ട്രപതിക്ക് എല്ലാത്തരം നിയമങ്ങളിലും ഇമ്മ്യൂണിറ്റി ഉണ്ട്. അവർക്കെതിരെ കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ സാധ്യമല്ല. അവരെ വിമർശിക്കാൻ നിയന്ത്രണങ്ങളുണ്ട്. സാധാരണ മനുഷ്യർക്ക് പോലും രാഷ്ട്രപതിയെ വിമർശിക്കാൻ നിയന്ത്രണങ്ങളുണ്ട്. അത് രാജ്യത്തെ വിമർശിക്കുന്നതിന് തുല്യമാണ്. അവിടെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും, അതും യൂണിഫോം ഇട്ട ഒരു സേനാംഗം, ഈ വൃത്തികേട് കാട്ടിയത്. ഈ വൃത്തികേടിനെ എങ്ങനെ അബദ്ധം പറ്റി എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയും?